പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NH66 ഇന്ന് പകുതി 50% വർക്ക് ആയി നിൽക്കുമ്പോൾ ഇതിന് മുന്നത്തെ ഒരു കാഴ്ച കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു മരം വെട്ട് വീഡിയോസാണ് ഇന്നത്തെ, ഫുള്ള് മരം വെട്ടുന്ന വീഡിയോസ് കേട്ടോ. ഇതിനെ കുറേ ആയിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കട്ടോ അത്. അപ്പോൾ അതൊന്ന് എടുത്തിടുകയാണ്. ഒരു 50% വർക്കായി. ഓരോ മര പീസൊക്കെ വരുന്നുണ്ടില്ലേ, വെരി ഡേഞ്ചറായിരുന്നു മരം മുറിക്കൽ പറഞ്ഞാൽ. എന്താ കറണ്ട് കമ്പിയും ലൈനും ഒക്കെ മുറിച്ച് മാറ്റി ഒരുപാട് പോസ്റ്റുമൊക്കെ വീണിട്ട് ഒരുപാട് അപകടങ്ങളും ഒക്കെ സംഭവിച്ച സമയം ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ആരധികം വീഡിയോസ് എടുത്തിരുന്നില്ല, അതുകൊണ്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ലക്ഷക്കണക്കിന് മരങ്ങൾ തന്നെ മുറിച്ച് മാറ്റിയിട്ടുണ്ടാവും, അത്രയധികം. ഇത് ട്രെൻഡ് എടുത്തുന്ന 6 കോടി കേട്ടോ. കാപ്പിരിക്കാൻ മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് തൃശ്ശൂർ റീച്ചിൽ മരങ്ങൾ മുറിച്ച് മാറ്റിയത്. ഈ റൂട്ടിലൊക്കെ മുന്നേ വന്നവർക്ക് അറിയാം, മെയിനായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും റോഡിൻ്റെ സൈഡിൽ നല്ല മരങ്ങളുണ്ടാവും, നല്ല തണലാവട്ടെ. ചേറ്റുവ ഭാഗമൊന്നും പറയും വേണ്ട. ഇപ്പം ചേറ്റുവ ഭാഗമൊക്കെ മരുഭൂമിയായിട്ട് കിടക്കും. മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയപ്പോൾ എല്ലാ തണലും പോയി. ഇപ്പോൾ ഇതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാം അതിൻ്റെ ചൂട് എത്ര മാത്രമാണെന്ന്. അത്രയധികം മരങ്ങളാണ് ഇവിടെ മുറിച്ച് മാറ്റിയത്. അതുപോലെ തെങ്ങുകളൊന്നും പോയതിന് കണക്കിലേട്ടോ. വാടാനപ്പള്ളി നിങ്ങൾക്ക് അറിയാമല്ലോ, വാടാനപ്പള്ളി എന്നൊക്കെ പറഞ്ഞാൽ അത്ര തെങ്ങും മുറിച്ച് മാറ്റിയിട്ടാണ് ഇവിടെ റോഡൊക്കെ പോകുന്നത്. അത്രയധികം മരങ്ങൾ മുറിച്ച് മാറ്റുന്ന ഒരു വീഡിയോസാണ് കേട്ടോ. അന്ന് ഫുള്ള് മരം മുറിച്ച് മാറ്റുന്ന വീഡിയോസ് കേട്ടോ. ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ എടുത്ത് കളക്ട് ചെയ്ത് വെച്ച വീഡിയോസാണ്. ഒരു വട്ടം അതിന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കുക. ഒരുപാട് അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ മരം മുറിക്കുന്ന സമയത്ത് തന്നെ. അതുപോലെ ഉണ്ടല്ലോ, റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് മരങ്ങൾ മുറിക്കുന്നത്. അപ്പം അത്ര പെട്ടെന്ന് ആ റോട്ടിൽ നിന്ന് ആ മരം മാറ്റണം. അതിനൊക്കെ ഉപകാരപ്പെടുന്നത് ടാട്ടർ കേട്ടോ. ടാട്ടറിൻ്റെ ഒരു അഭ്യാസം തന്നെ ഉണ്ടായിരുന്നു. അത്ര ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ റോട്ടിലത്തെ കംപ്ലീറ്റ് മരങ്ങളൊക്കെ മാറ്റും. ഞാനിത് കാണിക്കാൻ വീണ്ടും യൂട്യൂബിലൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കാനൊരു കാരണം എന്താ വെച്ചാൽ, റോഡിൻ്റെ പകുതിയായി, കുറേ സ്ഥലത്തൊക്കെ ടാറിങ് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ തുടക്കം പറഞ്ഞാൽ മരം വെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിലർക്കൊന്നും ഇത് മരം വെട്ടുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലായിരുന്നില്ല, റോഡ് വരാനാണോ എന്നൊന്നും. അപ്പം അങ്ങനത്തെ സമയത്തുള്ളൊരു കാഴ്ചയാണ് ഈ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് കാപ്പിരിക്കാട് മുതൽ കൊടുങ്ങല്ലൂർ വരെ ഉള്ള ചില സ്ഥലത്തൊക്കെ മരം വെട്ടുന്ന വീഡിയോസാണ്. ഫുള്ളൊന്നല്ല കേട്ടോ, എന്നാൽ തന്നെ അത്യാവശ്യം ഫുൾ ലെങ്ത്തായി ഉണ്ടായിരുന്നു. 1 മണിക്കൂറൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് ഒരു 15 മിനിറ്റുള്ളൊരു വീഡിയോ ആക്കി കേട്ടോ. അത്രയധികം മരം വെട്ടുന്ന വീഡിയോസിൻ്റെ കയ്യിലുണ്ടായിരുന്നു പറയാം. എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ 1 മണിക്കൂറാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ട് 15 മിനിറ്റ് ആക്കി. 1 മണിക്കൂർ ഒറ്റ നിങ്ങൾ കാണില്ല, തന്നെ കാണുമോ സംശയമാണ്. അതുപോലെ തന്നെ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കേട്ടോ ഈ മരമൊക്കെ വെട്ടുക എന്ന് പറഞ്ഞാൽ. നല്ല തണലുമാരും അതുപോലെ തന്നെ പഴങ്ങളുണ്ടാവണ സപ്പോട്ട, അത് മാവ്, അങ്ങനെ പല പഴങ്ങളുള്ള മരങ്ങളൊക്കെ വെട്ടി മാറ്റുമ്പോൾ ചിലപ്പോൾ മാങ്ങ ഉണ്ടാവും, ചില മാവുമൊക്കെ കേട്ടോ കണ്ണിയാങ്ങൊക്കെ ഉണ്ടാവും. ചില മാവ് പൂവിട്ടിക്കുന്ന സമയമൊക്കെ ആയിരുന്നു മരം മുറിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ കാണുമ്പോഴൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു. നല്ല തണലുമരം ഇങ്ങനെ മുറിച്ച് മാറ്റുമ്പോൾ. പിന്നെ നമ്മൾ വികസനത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടു കണ്ടില്ലേ, ഒരു തല മുതൽ തല വരെ മുറിച്ച് മാറ്റിക്കട്ടെ. ഏകദേശം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരത്തിലൊക്കെ ദിവസം മരം മുറിക്കിട്ടാണ്. ഇത് കംപ്ലീറ്റ് അടുപ്പിച്ചിട്ടാവും മരം. റൂട്ടിൽ മുന്നേ സഞ്ചരിച്ചവർക്ക് അറിയാൻ പറ്റും, അത്ര നല്ല തണലുള്ള റൂട്ടായിരുന്നു. കണ്ടില്ല, ആ കാഴ്ച കാണുന്നൊക്കെ മരം വെട്ടിയിട്ട കാഴ്ചയിട്ടാണ്. ഇത് അപ്പൊക്കെ ഒരു ദിവസം പിറ്റേ ദിവസമായിട്ട് ഇതൊക്കെ കയറ്റി വിടും കേട്ടോ. ദിവസം ലോഡ് കണക്കിനാണ് വിടുക. എത്ര ലോറി വന്നിട്ട് മരങ്ങൾ കൊണ്ടുപോവുക. ഒരു 80 പണിക്കാരോളം ആ സമയത്ത് മരം വെട്ടാൻ മാത്രമായിട്ടുണ്ടാകുന്നു കേട്ടോ. ഇത് നമ്മളൊരു അറിയുന്ന കൂടി ആളായിരുന്നു ഇതിൻ്റെ കോണ്ടാക്റ്റ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. 6 കോടിക്കാണെന്നൊക്കെ എന്നോട് അവർ പറയുക ഉണ്ടായി. ട്രെൻഡ് എടുത്തിരിക്കുന്നു. ഇനി മരങ്ങൾ മുറിച്ച് മാറ്റാനില്ല. ഇനി ചില സ്ഥലത്ത് അവിടെ ഇവിടെ ഓരോ മരങ്ങളും മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇങ്ങനെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരം മുറിക്കണ് ഇവിടെ എന്നൊക്കെ വന്നിട്ട് പലവരും വന്ന് ചോദിക്കണവരുണ്ട് കേട്ടോ. മരം മുറി ആദ്യം സ്റ്റാർട്ടായ മരം മുറിയാണ് റോഡ് പണിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ബിൽഡിങ്ങും പൊളിയും തുടങ്ങിയിട്ടാണ്. ഈ 2 വർക്കാണ് ഏറ്റവും NH66 തുടക്കട്ടത്. അന്നൊന്നും ആൾക്കാർക്ക് മനസ്സിലായിരുന്നില്ല ഇത് എന്തിനാണ് മരം മുറിക്കണമെന്നൊക്കെ. കുറേ ആൾക്കാർക്ക് അറിയുന്നവരുണ്ടാവും കേട്ടോ, എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞു. കുറേ ആൾക്കാർ വന്നിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ചോദിക്കാറൊക്കെ ഉണ്ട്. വീണ്ടും ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ അവരെ കഷ്ടപ്പാടുകളാണ് ഇന്നത്തെ മരം മുറിക്കുന്ന എത്ര ബുദ്ധിമുട്ടാണ്
അന്നൊക്കെ മനസ്സിലായത് കേട്ടോ. എന്താ വെച്ചാൽ അത്ര റിസ്ക് ഉള്ള മരങ്ങളൊക്കെ അറിയാലോ. ഒരു തെങ്ങൊക്കെ മുറിക്കുക പറഞ്ഞാൽ, നല്ലൊരു വീട്ടിലത്തെ മരം മുറിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ്. ആ മരമാണ് ഇവർ ഒരു 100 കണക്കിന് മരങ്ങൾ ദിവസം മുറിച്ച് മാറ്റി വന്നിട്ട് 2-3 കിലോമീറ്റർ ദൂരത്തിലൊക്കെ മരങ്ങൾ 1000 മരങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തരം മരങ്ങളൊക്കെ ദിവസം മുറിക്കും. ഞാൻ വലിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ കട വിട്ടുക, തട്ടുകട വിട്ടുക. അപ്പം അങ്ങനെ തന്നെ പോസ്റ്റ് മുക്കൊക്കെ വീണിട്ട് പോസ്റ്റുകാർ നാട്ടുകാർ പ്രശ്നമാക്കണതും അപ്പുറത്തെ വീടുമ്മ കൊണ്ടിട്ടും കുറച്ചങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ പല സ്ഥലത്തും പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഇവർ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ട കാഴ്ചയാണ്, നമ്മൾ നേരിൽ കണ്ടതാണ് ഇതൊക്കെ.